ഇന്നത്തെ ചർച്ചയുടെ വിഷയം കണ്ടെത്തിയതും എക്സ്ക്ലൂസീവ് വാർത്തയായി അവതരിപ്പിച്ചതും ഐസനാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയുടെ അവസാന ചോദ്യം ചോദിക്കാനുള്ള അവകാശവും ഐസന് നൽകുന്നു. ഐസൻ. തീർച്ചയായും കൃഷ്ണരാജ്, ഈ അവസാന ചോദ്യം എന്നുള്ളത് ഈ പ്രശ്നത്തിനെ എങ്ങനെ അഭിസംബോധന ചെയ്യാം, അതിലെ സാധ്യതകളെക്കുറിച്ച് ദുരന്ത നിവാരണ വിദഗ്ധൻ കൂടിയായ നമ്മുടെ പാനലിസ്റ്റിനോടാണ് എനിക്ക് ആ ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്. ഈ നിർമ്മിത ബുദ്ധിയുടെ സാധ്യത താരാപൂറിലൊക്കെ നാഷണൽ പാർക്കിലൊക്കെ മൃഗങ്ങളുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി പ്രയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ദുരന്ത മുന്നൊരുക്കങ്ങളിൽ ഈ നിർമ്മിത ബുദ്ധിയുടെ സാധ്യത എത്രയാണെന്ന് വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞാൽ. എല്ലാ മേഖലകളിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നിർമ്മിത ബുദ്ധിയുടെയും സാധ്യത നമുക്ക് വളരെ വലുതായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ മുമ്പിൽ വെച്ചിട്ട് കമ്പ്യൂട്ടർ അടച്ചു വെച്ചിട്ട് അതിൽ കവറിട്ട് വെച്ചിട്ട് വീണ്ടും കൈകൊണ്ട് എഴുതുന്ന സംവിധാനമാണ് മലയാളി പലയിടത്തും. അത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്നതിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയെ വികസിപ്പിക്കുന്നതിലും നമ്മൾ കുറച്ച് പിറകിലോട്ടാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഇറിഗേഷൻ ഒരു സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓരോ ചെടിക്കും ആവശ്യമായ സെൻസറിങ് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കൊടുക്കുന്ന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വ്യാപകമായി ചെയ്യുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പലതും സാധ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വലിയ സാധ്യതയാണുള്ളത്. പക്ഷേ അത് എങ്ങനെ പ്രയോഗിക്കും, ആര് പ്രയോഗിക്കും, അത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് മാഷേ? വളരെ സിമ്പിളാണ്. ലോകരാജ്യങ്ങളിലൊക്കെ സയൻസും ഡേറ്റയും ഡിസിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഡിസിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഡിസിമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഗ്യാപ്പ് മനസ്സിലാവുന്നത്. എന്താണ് പുതിയത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഗ്യാപ്പ് മനസ്സിലാവുന്നത്. ഇത് ഡിസിമിനേറ്റേ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഗ്യാപ്പ് മനസ്സിലാവുന്നത്? അപ്പോൾ അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഒരു വശത്തിരിക്കുന്നു, പഠനങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. പിന്നെ കമ്പ്യൂട്ടറൈസേഷൻ നമ്മൾ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഡിജിറ്റൈസേഷൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇതെല്ലാം ഒരു വശത്ത് നിൽക്കും. മറുവശത്ത് ഇപ്പോഴും വളരെ പ്രാകൃതമായ മാനുവൽ രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ വേറെ സംവിധാനങ്ങളിലൂടെയാണ്. നമ്മളിതെല്ലാം പറഞ്ഞ് മോഡലിംഗ് എല്ലാം ചെയ്ത് താഴോട്ട് കൊടുത്താലും അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, കോൺട്രാക്ച്വൽ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ കരാർ ഉദ്യോഗസ്ഥർ, കരാറുകാർ, ഉദ്യോഗസ്ഥർ ഇവരടങ്ങുന്ന സംവിധാനമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ റിസോർട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അനധികൃതമായ എത്ര റിസോർട്ടുണ്ട്? അധികൃതമായി നിൽക്കട്ടെ, അനധികൃതമായി എത്രയുണ്ട്? അപ്പോൾ ഇതെല്ലാം പഠിക്കാനും കൃത്യമായി മോഡൽ ചെയ്യാനും കൃത്യമായി മോണിറ്റർ ചെയ്യാനും AI-യിലൂടെയൊക്കെ കഴിയും. പക്ഷേ അതാര് ചെയ്യും, എപ്പോൾ ചെയ്യും? ശരി, പഠിക്കണമെന്ന് പതിവായി നിർദ്ദേശിക്കാറുണ്ട്, കൽപ്പിക്കാറുണ്ട്, ഉത്തരവിടാറുണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ. പഠനം തുടരെ നടക്കാറുമുണ്ട്. പക്ഷേ പഠിക്കുന്നില്ല നമ്മളൊന്നും.